നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഓണക്കോടി എടുത്തില്ല. എടുത്തേക്ക് ഞാനൊരു ഓണക്കോടി സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നല്ലോ. ബില്ലടിക്കുമ്പോ ഞാനത് തിരികെ കൊടുത്തു. അതെന്താ എടുത്തി ഓണക്കോടി എടുക്കായിരുന്നത്? എനിക്കുള്ള ഓണക്കോടി നേരത്തെ തന്നെ കിട്ടി. അതാര് തന്നു? എന്റെ മരുമകള് തന്നു. ഓ ദർശന ഇന്നലെ തന്നെ എനിക്കുള്ള ഓണക്കോടി വാങ്ങി തന്നായിരുന്നു. ഇത്തവണ തിരുവോണത്തിന് ഞാൻ ആ സാരിയാ ഉടുക്കുന്നത്. അതുകൊണ്ടാ നീ സെലക്ട് ചെയ്ത സാരി ഞാൻ തിരിച്ചു കൊടുത്തത്. ഓ ആ, ഇനി എല്ലാവരും പോയി അവരവരുടെ ജോലി നോക്ക്. നാളത്തെ ഓണസദ്യ കേമോ ആക്കണം. വാ. ശരി. അതെ, എങ്ങനെയുണ്ട് അടുക്കളയിലെ പുതിയ ജോലിക്കാരി? തരക്കേടൊന്നുമില്ല. അടുക്കള ജോലിയൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ഓ, സാവധാനം നമുക്ക് ശരിയാക്കിയെടുക്കാം. ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. അവക്കേ ചില പുതിയ ജോലികൾ കൂടി കൊടുക്കാനുണ്ട്. എന്താ നിന്റെ ഉദ്ദേശം? എല്ലാവർക്കും മുമ്പിൽ തോറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചോ? ഇവിടുത്തെ ജോലിക്കാരിയുടെ പദവി നീ ഏറ്റെടുത്തോന്ന്? തോറ്റുപോയവളാ ഞാൻ. എല്ലാവരുടെയും മുന്നില് തെറ്റ് ചെയ്തവളാ. എല്ലാവരെയും ചതിച്ചവള്. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണ്ടേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷേ നിന്നെ അടുക്കളക്കാരിയാക്കാനുള്ള എല്ലാവരുടെയും മനസ്സിലിരിപ്പ് നിനക്കറിയാവുന്നതല്ലേ? അതിനൊക്കെ വഴങ്ങിക്കൊടുക്കണോ? അത് സാരമല്ല ഗീതമാമേ. ചിലപ്പോ തോറ്റു കൊടുക്കുന്നത് ഒരിക്കലും നമ്മുടെ പരാജയമല്ല. പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാം. പക്ഷേ പരസ്പരം കൊന്നുകൊണ്ട് മാത്രമല്ലല്ലോ യുദ്ധം ജയിക്കുന്നത്. ഈ വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്തു എന്ന് കരുതി ഞാൻ ആരുടെ മുൻപിലും തോൽക്കില്ല. ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലാതാവുകയുമില്ല. ഈ വീട്ടിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും രൂപേഷ് ഏട്ടൻ എന്റെ ഭർത്താവാ. ഞാൻ മരുവത്തൂരിലെ മരുമകളാ. അത് മാറ്റാൻ ആർക്കും പറ്റില്ല. ദർശന, എനിക്കൊരു കോഫി വേണമായിരുന്നു. അതിനെന്താ പവി സാർ, കോഫി തരാലോ. സാറിന് മധുരം ചേർക്കാലോ അല്ലേ? എനിക്ക് മധുരത്തിന് ഒരു കുഴപ്പമില്ല. ദർശനയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാ അതിന്റെ നടുക്കഷ്ണം തന്നെ തിന്നണോന്നാണല്ലോ പ്രമാണം. വേഷം കെട്ടി അരങ്ങത്തെത്തിയ ആടിയല്ലേ പറ്റൂ സാറേ. പവി സാറിനൊരു കോഫി ഉണ്ടാക്കി തരുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാനിപ്പൊ കൊണ്ടുവരാം. ശരി. ഓ, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ. നീ ഇവിടുത്തെ അടുക്കളക്കാരിയാണെന്നാ ആ പറഞ്ഞു പോയതിനർത്ഥം. ഗീതമാമേ, ഈ വീടിന്റെ ഗൃഹനാഥന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാ പവി സാറ്. എന്റെ അമ്മയുടെ സഹോദരൻ. എന്തൊക്കെ പിണക്കമുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തെ ബഹുമാനിച്ചേ പറ്റൂ. അദ്ദേഹത്തിനൊരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതില് എനിക്കൊരു നാണക്കേടുമില്ല. ഇനിയിപ്പോഴേ ആ ഗിരിജ പിന്നാലെ വരും അടുക്കളയിലെ നിന്റെ ക്ഷേമം അന്വേഷിക്കാൻ. വരട്ടെ, എല്ലാവരും വന്ന് അന്വേഷിക്കട്ടെ. നമ്മുടെ കാര്യം എല്ലാവരും അന്വേഷിക്കുന്നത് നമുക്ക് സന്തോഷമല്ലേ? ഗീതമാമയ്ക്ക് കോഫി വേണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഇങ്ങനൊരു പാവമായിപ്പോയല്ലോ.
എന്റെ പവിയേട്ട, സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് നിറഞ്ഞു. ദർശനെ ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റിയല്ലോ. അടുക്കളയിൽ അവള് പവിയേട്ടന് വേണ്ടി കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവള് കാപ്പിയും കൊണ്ട് വരട്ടെ. അവളെ ഇന്ന് ഞാൻ ഇവിടെ ഇട്ട് വട്ടം കറക്കും. അവള് കാപ്പിയും കൊണ്ട് വരട്ടെ. അവളെ ഇന്ന് ഞാൻ ഇവിടെ ഇട്ട് വട്ടം കറക്കും. IPS പോയിട്ട് ഇപ്പൊ അവക്ക് IAS ആണല്ലോ കിട്ടിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോ പോലീസിൽ നിന്ന് നേരെ IAS-ലേക്ക്. IAS-ലേക്കോ? നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ഇതേ പവിയേട്ടൻ ഉദ്ദേശിക്കുന്ന IAS അല്ല. ഈ IAS എന്ന് പറഞ്ഞ ഇന്ത്യൻ അടുക്കള സർവീസ്, IAS. ഓ, ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. പവിയേട്ട, അവിടെ കാപ്പിയും കൊണ്ട് വരുന്നുണ്ട്. ആണോ? ആ, സർ, ആ കുര്യേച്ച, എടോ തന്നോട് ഞാനൊരു ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ അതെ അതെ, ആ ജോലിക്കാരിയെ ഇനി വേണ്ട. ഹേയ്, അയ്യോ അതല്ല, ഇവിടെ നല്ലൊരു ജോലിക്കാരിയെ കിട്ടി. ആ അതെ, ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ജോലിക്കാരിയെ മറ്റൊരിടത്തും ആർക്കും കിട്ടിക്കാണില്ല. അത് പിന്നെ എന്തൊക്കെയായാലും പലർക്കും ചിലപ്പോഴേ നല്ല വൃത്തിയും വെടിപ്പൊന്നും കാണില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, വൃത്തിയും വെടിപ്പുള്ള നല്ല ഒന്നാന്തരം ജോലിക്കാരി. താൻ ഒരു ദിവസം ഇങ്ങോട്ട് ഇറങ്ങ്. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല ഒന്നാന്തരം ഒരു ചായ തനിക്ക് ഞാൻ തരാം. ഓക്കെ ശരി. അയ്യോ, ഇതാര്? ദർശനയോ? വന്നിട്ട് കുറച്ചേറെയായോ? ഞാൻ കണ്ടില്ല. അയ്യോ, ഞാൻ ഫോണിൽ പറഞ്ഞതൊന്നും ദർശനെ കുറിച്ചല്ല, നമ്മുടെ പുതിയതായിട്ട് വന്ന ജോലിക്കാരെ കുറിച്ചാ. നമ്മുടെ കുര്യച്ചനില്ലേ ഓഫീസിലെ, ആ കുര്യച്ചന്റെ വീട്ടിലെ ഒരു ജോലിക്കാരി വേണമെന്ന് പറഞ്ഞായിരുന്നേ. അല്ലാതെ ദർശനെ കുറിച്ച് പറഞ്ഞതല്ല കേട്ടോ. കോഫിയും കൊണ്ട് എത്ര നേരായി ദർശന കാത്തു നിൽക്കുന്നു. ഓ, അതൊന്ന് വാങ്ങി കുടിക്ക് പവിയേട്ടാ. നോക്കട്ടെ ദർശനയുടെ കോഫി കൊള്ളാവോന്ന്. IPS-ന്റെ പരീക്ഷ എഴുതാനോ ദർശനയ്ക്ക് പറ്റിയില്ല. ഇനി ഇതിലെങ്കിലും വിജയിക്കുന്നു നോക്കട്ടെ. അടുക്കളക്കാരിയുടെ റോളിലേ ഇവക്ക് നല്ല ഭാവിയുണ്ട്. ആദ്യം ഞാൻ ഈ കോഫി ഒന്ന് കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് പറയാം. പവിയേട്ടാ, മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായി അല്ലേ? നീയും ട്രോളടിച്ച് തുടങ്ങിയോ? നടക്കട്ടെ. അല്ല, ഒരിക്കൽ സിംഹത്തിന്റെ ശക്തി കണ്ട് സിംഹമാകാൻ പോയ ഒരു എലിയെ കുറിച്ചുള്ള കഥയാ അത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിൽക്കേണ്ടവർ നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിൽക്കണം, ഇല്ലെങ്കിലേ ദൈവം അവരെ വലിച്ചിങ്ങ് താഴേക്കിടും. നീ ഇതെന്താ ദർശനം ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? ഇങ്ങനെയാണോ കോഫി ഉണ്ടാക്കുന്നത്? ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ഇങ്ങനെ ഇരിക്കും. ഒരു ജോലി ചെയ്യുമ്പോ അതിൽ അല്പമെങ്കിലും ആത്മാർത്ഥത വേണ്ടേ? ഇത്രയും മോശമായൊരു കോഫി ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. കിട്ടിയ അവസരത്തിന് രണ്ടുപേരും കൂടി ദർശനെ അപമാനിക്കുക. അല്ല,
ദർശൻ എന്താ ഇതിനൊന്നും മറുപടി പറയാതെ നിൽക്കുന്നത്? എന്താ ദർശന ഇത്? ഒരു നല്ല കോഫി ഉണ്ടാക്കാൻ കൂടി അറിയില്ലേ നിനക്ക്? നിന്റെ അച്ഛന് വേണ്ടി ആയിരുന്നെങ്കിൽ നീ ഇതുപോലെ കോഫി ഉണ്ടാക്കി കൊടുക്കോ? മരിച്ചുപോയ എന്റെ അച്ഛനെ എന്തിനാ ഇതിലേക്ക് വലിച്ചിടുന്നേ? അപ്പൊ നിന്റെ വായിൽ നാക്കുണ്ടല്ലേ? ഞാൻ ഇത്രയും നേരം വിചാരിച്ചത് നിന്റെ നാക്ക് താഴ്ന്നു പോയിന്ന. സന്തോഷിച്ചോ? പക്ഷേ ആ ഡ്രോൺ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ മാത്രമേ ഈ സന്തോഷത്തിന് ആയുസുള്ളൂ. അല്ല, എന്താ ഇവിടെ? ആ ഒന്നുമില്ല ഇത് സാറേ. സാറിന് കോഫി വല്ലതും വേണോ? ഈ സമയത്ത് ഞാൻ കോഫി കുടിക്കാറില്ല. അല്ല, ദർശനം എന്തിനാ കോഫി ഉണ്ടായിക്കൊണ്ടിരുന്നത്? ഇവിടെ ജോലിക്കാരില്ലേ? ഞാനാണല്ലോ ഇപ്പൊ ഇവിടുത്തെ പുതിയ ജോലിക്കാരി, അതുകൊണ്ട് ചോദിച്ചത്. ഓ, ഏത് ജോലി ആയാലും ചെയ്യുന്ന സമയത്ത് ഞാനത് ഭംഗിയായിട്ട് തന്നെ ചെയ്യും.